ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂഡിൽസാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ന്യൂഡിൽസാണ്. ന്യൂഡിൽസ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഉരുളിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ന്യൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയ പാക്കാണ് കേട്ടോ, ഫാമിലി പാക്കാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മക്രോണിലും വേവിച്ചെടുക്കുന്ന പോലെ നമുക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മക്രോണി വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു ഓയിൽ ഉറ്റിച്ച് കൊടുക്കും. അതേപോലെ ഉറ്റിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എന്തായാലും ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഇട്ടിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് അടപ്പ് തുറന്നിട്ട് വെന്തോ നോക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിം അങ്ങനെ ആക്കിയിട്ട് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ വെന്തിട്ടുണ്ട്. ഞാനത് ഊറ്റിയിട്ട് അതേ ഉരുളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിലാണ് ഒഴിച്ചത്. നമുക്കിഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കവും ക്യാരറ്റും അതേപോലെ സവാള ഇത്രയാണ് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം സവാളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഗ്രീൻ ക്യാപ്സിക്കം എടുക്കുക, അതേപോലെ ബീൻസൊക്കെ എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് വേഗം ഒന്ന് വാടി വരാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. ലാസ്റ്റ് നൂഡിൽസൊക്കെ ആഡ് ചെയ്തിട്ടാകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് അരിയുമ്പോൾ നമ്മൾ ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പീൽ ചെയ്തിട്ട് ചെരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നേർങ്ങനെ കട്ട് ചെയ്തിട്ട് നീളത്തിലങ്ങ് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ന്യൂഡിൽസിന് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൂടെ തന്നെ നമ്മൾ ക്യാപ്സിക്കം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ച ക്യാപ്സിക്കം ആണെങ്കിൽ നല്ല രസമുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ക്യാരറ്റും മഞ്ഞയും ഒരു ഓറഞ്ചും മഞ്ഞയും കളറാണ് നമ്മളെ മസാലയ്ക്കുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് വേകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തക്കാളി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിൽ ഇതേപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്തത് നമുക്കിതിലേക്കങ്ങ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇതേപോലെ അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊടികളായിട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സോയ സോസ് ഞാൻ ചേർക്കുന്നില്ല. സോയ സോസിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യം ഒരുപാട് ഉപ്പിട്ടാൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചിക്കൻ സ്റ്റോക്കും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂഡിൽസിൽ വളരെ കുറവ് മസാല മാത്രമേ ഉള്ളൂ കേട്ടോ. ഉപ്പൊന്ന് കുറച്ച് കുറവുള്ള പോലെ തോന്നിയിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ന്യൂഡിൽസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്യണം. 2 ഫോർക്ക് എടുത്തിട്ട് ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കയ്യിലുകൊണ്ട് ഇളക്കിയാൽ അതങ്ങോട്ട് മിക്സ് ആവില്ല. അപ്പോൾ ഈ രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 2 ഫോർക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മേലോട്ടേക്ക് വലിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ യാതൊരുവിധ മസാലകളും കൂടുതലൊന്നും ചേർത്തിട്ടില്ല. വെറും ഗരം മസാലയും കുരുമുളകാണ്. പിന്നെ വെജിറ്റബിൾസും ചിക്കനാണ്. ചിക്കൻ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും.
പിന്നെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിക്കൻ ക്യൂബ്, അതായത് മാഗി ക്യൂബ് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. പക്ഷേങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ നല്ല രസമുണ്ട്. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.